ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ത്രാഗൻ എന്നുള്ള ജർമ്മൻ വെർബിന്റെ അർത്ഥമാണ്. വഹിക്കുക, ക്യാരി ചെയ്യുക, ചുമക്കുക എന്നാണ് ത്രാഗൻ എന്നുള്ള വെർബിന്റെ അർത്ഥം. എന്നാൽ ഈ വെർബിന്റെ കൂടെ നമ്മൾ പല പ്രീഫിക്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വിവിധ രീതിയിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ഫോർത്രാഗൻ, അൻത്രാഗൻ, ഔഫ്ത്രാഗൻ, അങ്ങനെ പല വെർബുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് അൻത്രാഗ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്നാണ്. അൻത്രാഗ് സ്റ്റെല്ലൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിനാണ്. ഔഫ്ത്രാഗൻ, ഫോർത്രാഗൻ, ഐൻത്രാഗൻ, യൂബർത്രാഗൻ, അങ്ങനെ വിവിധ രീതിയിൽ ത്രാഗൻ എന്നുള്ള വെർബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അൻത്രാഗ് സ്റ്റെല്ലൻ അല്ലെങ്കിൽ അൻത്രാഗൻ. അൻത്രാഗൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക, അപേക്ഷ കൊടുക്കുക. ഞാൻ വെക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യും. ഇഷ് വേർഡ് ഐനൻ അൻത്രാഗ് ഔഫ് ഉർലോബ് സ്റ്റെല്ലൻ. മിത്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കുക അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ചുമക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഉത്തരവാദിത്വം ചുമക്കണം അല്ലെങ്കിൽ ഏറ്റെടുക്കണം. വിയർ müssen gemeinsam die Verantwortung mittragen. ഇനി ഫോർത്രാഗൻ. ഫോർത്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോവുക എന്നാണ് അർത്ഥം. അവൻ ഭാരമുള്ള പെട്ടി ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോയി എന്ന് പറയുന്നത് trug den schweren Koffer fort. ഇനി തുടർന്നുകൊണ്ട് പോവുക എന്നുള്ള അർത്ഥത്തിലും ഫോർത്രാഗൻ എന്നുള്ള വാക്ക് പറയും. ഉദാഹരണത്തിന് പാരമ്പര്യം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് മുമ്പോട്ട് തുടർന്നുകൊണ്ട് പോകും എന്ന് പറയുന്നതിന് die Tradition wird von Generation zu Generation fortgetragen. യൂബർത്രാഗൻ. യൂബർത്രാഗൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുക. ഉദാഹരണത്തിന് TV-യിൽ എന്തെങ്കിലും പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നതിന് യൂബർത്രാഗൻ എന്നാണ് പറയുക. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ, മലേറിയ എന്നുള്ള അസുഖം പകരുന്നത് കൊതുക് വഴിയാണ് എന്ന് പറയുന്നത് മലാറിയ വിയറ്റ് ഫോൺ മോസ്കിറ്റോസ് യൂബർത്രാഗൻ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസ ബാങ്കിൽ ആരുടെയും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിന് യൂബർത്രാഗൻ എന്നാണ് പറയുക. അവൻ എല്ലാ ഡേറ്റയും പുതിയ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. യൂബർട്രേറ്റ് ഡി ഡാറ്റൻ ഓഫ് ടെൻ നോയൻ കമ്പ്യൂട്ടർ. ഷോ ലൈവായിട്ട് TV-യിൽ സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറയുന്നത് ഡി ഷോ വേറ്റ് ലൈവ് ഇം ഫെർൻസെയൻ യൂബർട്രാഗൻ. ഐൻത്രാഗൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ചെയ്യുക, എഴുതുക, രേഖപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. നിന്റെ പേര് ലിസ്റ്റിൽ എഴുതി ചേർക്കണേ. ത്രാഗെ ബിറ്റ് ദൈനൻ നാമൻ ഇൻ ദി ലിസ്റ്റ് ഐൻ. ഔഫ്ത്രാഗൻ. ഔഫ്ത്രാഗൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുരട്ടുക, ഇപ്പൊ പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ ക്രീം മുഖത്ത് തേക്കുക, എന്തെങ്കിലും മരുന്ന് പുരട്ടുക, അതിനെല്ലാം ഔഫ്ത്രാഗൻ എന്നാണ് പറയുക. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഫേസ് ക്രീം മുഖത്ത് പുരട്ടാറുണ്ട് എന്ന് പറയുന്നത് ich trage jeden Abend einen Gesichtscreme auf. അതുപോലെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് ഔഫ്ത്രാഗ് ഗേബൻ അല്ലെങ്കിൽ ഔഫ്ത്രാഗൻ എന്നാണ് പറയുക. ഒരു റിപ്പോർട്ട് എഴുതാനായിട്ട് എന്നെ ബോസ് ഏൽപ്പിച്ചിട്ടുണ്ട്. Der Chef hat mir aufgetragen, einen Bericht zu schreiben. ഫെർത്രാഗ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ്. എന്നാൽ ഫെർത്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്, അപ്പോൾ നമ്മൾ ഫെർത്രാഗൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ കാര്യം, ഈ ഭക്ഷണ സാധനമാവാം അല്ലെങ്കിൽ ഒരു മരുന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ടോളറേറ്റ് ചെയ്യില്ലെങ്കിൽ ഫെർത്രാഗൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഞാൻ മിൽക്ക് പ്രോഡക്റ്റ് ടോളറേറ്റ് ചെയ്യില്ല, എനിക്ക് അലർജി ഉണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നത് ഇഷ് ഫെർത്രാഗെ കൈനെ മിൽക്ക് പ്രൊഡക്റ്റ്. ലൈവായിട്ടുള്ള ഷോ TV-യിൽ സംപ്രേഷണം ചെയ്തു. ദി ഷോ വേർഡ് ലൈവ് ഇം ഫെർൻസെയൻ യൂബർട്രാഗൻ. ഫോർത്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർത്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഫോർത്രാഗൻ എന്നാണ് പറയുക. അവൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു പദ്യം അവതരിപ്പിക്കും എന്ന് പറയുന്നത് sie wird ein Gedicht vortragen. അവൻ ഒരു കഥ അവതരിപ്പിക്കും. wird eine
Geschichte vortragen. ഇനി എർട്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് Ich kann dieses Verhalten nicht ertragen. ഇനി zutragen എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, ഹാപ്പനിങ് എന്നുള്ള അർത്ഥമാണ്. ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. Ein Unfall hat sich auf der Autobahn zugetragen. Thank you.